ഫ്രണ്ട്സ്, അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. അപ്പം ഞാൻ ഇന്ന് കാലത്ത് തൊട്ട് വൈകിട്ട് വരെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ എന്തൊക്കെയാണ് ചെയ്യണേന്ന്. അപ്പം അങ്ങനെ ഞാൻ പല്ലൊക്കെ തേച്ചു. അതിന് ശേഷം പൂരിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ അതിന് കൊള്ളി മസാലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂരിയൊക്കെ ഉണ്ടാക്കി വിജേഷേട്ടൻ പണിക്ക് പോയി. അപ്പോൾ ആൾക്ക് ഞാൻ മത്തങ്ങയും പയർ എലിശ്ശേരിയും ചോറും പിന്നെ പൂരിയും കറിയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും വാവച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് അവൾ ട്യൂഷന് പോയി. മണിക്കൂട്ട് 7 മണിക്കേ പോയി. പിന്നെ ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം കുറച്ച് നേരം ഉപ്പും മുളകും വെച്ചിട്ടുണ്ടായിരുന്നു വാവച്ചി ടി വിയിൽ. അപ്പോൾ അതൊക്കെ ഇരുന്ന് കുറച്ച് നേരം കണ്ടു. അപ്പം അങ്ങനെ അപ്പോഴേക്കും വേഗം പണികളൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. മീൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും കറിയൊക്കെ ആക്കണ്ടേ. അപ്പം അങ്ങനെ വേഗം അടിച്ചു വാരലും തുടക്കലും അങ്ങനെ അത്യാവശ്യം വീട്ടിൽ ഒരു ദിവസം നമ്മൾ ലീവ് എടുത്തിരിക്കുമ്പോൾ കുറേ പണികളുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ തിരക്ക് പിടിച്ചിട്ട് അതൊക്കെ ചെയ്തു. പിന്നെ ഫുഡൊക്കെ കഴിച്ച പാത്രങ്ങളുണ്ടായിരുന്നു കഴുകാൻ, അതൊക്കെ കഴുകി. അപ്പോൾ അതിന് ശേഷം ഇനി എനിക്ക് മീൻ ഞാൻ പറഞ്ഞല്ലോ മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കറി വെക്കണമെന്ന്. അപ്പം ഞാനൊക്കെ തിരക്ക് പിടിച്ചിട്ടാണ് ചെയ്യണത്. മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചെയ്യാനായിട്ട്. അപ്പോൾ തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു, അവരുടെ യൂണിഫോമും പിന്നെ ബാക്കിയുള്ള തുണികളൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കാലത്ത് ഇപ്പോൾ വെയിലുണ്ട്, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ മഴ പെയ്യും. അപ്പം അങ്ങനെ വേഗം ആ പണികളൊക്കെ കഴിഞ്ഞു. കാലത്ത് തന്നെ ഞായറാഴ്ചയായാലും നേരത്തെ പണികളൊക്കെ കഴിഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വിജേഷേട്ടന് പണിയുള്ള കാരണം ഞാൻ മത്തങ്ങയും പയർ എലിശ്ശേരി വെച്ചു, ചോറ് വെച്ചു, പൂരി ഉണ്ടാക്കി, കറി ഉണ്ടാക്കി. വിജേഷേട്ടൻ പണിക്ക് പോയി. പിന്നെ വീട്ടിലടിക്കലും തുടക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഈ മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് നന്നാക്കട്ടെ. അങ്ങനെ മീനൊക്കെ ഞാൻ നന്നാക്കട്ടെ കേട്ടാ. ചാളയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ അകത്ത് നിന്ന് നന്നാക്കിയ മണം ഉണ്ടാവുമല്ലോ. രാത്രിയൊക്കെ ആണെങ്കിൽ പിന്നെ അകത്ത് നിന്നിട്ട് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ മീനൊക്കെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കല്ലുപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഉരച്ച് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മീൻ ഞാൻ അരപ്പൊക്കെ ചേർത്ത് വെച്ചു വറക്കാനായിട്ട്. ബാക്കിയുള്ളത് ഞാൻ നാളികേരമൊന്നും ചേർക്കാണ്ട് വെറുതെ മിളകും ചാറാണ് വെക്കണത്. അപ്പോൾ അതിന് ശേഷം ചീര കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ അംഗൻവാടിയിലെ ടീച്ചർ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. അപ്പം അങ്ങനെ ചീരയൊക്കെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കി കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ടിട്ട് അപ്പം അങ്ങനെ ചീരപ്പേരിയും പിന്നെ പയറും മത്തങ്ങ എലിശ്ശേരിയും മീൻ വറുത്തതും മീൻ കറിയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാം ഇതായി. അപ്പോഴേക്കും മക്കൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്നു. വാവച്ചി വിശന്നിട്ടാണ് ഓടി വന്നത്. അപ്പം ഞാൻ വേഗം അവൾക്ക് ചോറൊക്കെ കൊടുത്തു. അതിൻ്റെ പിന്നാലെ മണിക്കൂട്ടനും വന്നു, അവനും ചോറ് കൊടുത്തു. അവന് ക്യാമറയിൽ വരാൻ ഭയങ്കര മടിയാണ്. അപ്പം അങ്ങനെ ചോറൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനും കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ടു. അപ്പം അങ്ങനെ വിജേഷേട്ടൻ ഇന്നലെ പണി സ്ഥലത്ത് നിന്ന് വലിയൊരു മാങ്ങ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഷെയ്ക്ക് അടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്തു വെച്ചതാണ്. പക്ഷേ ഷെയ്ക്കൊന്നും അടിച്ചില്ല. ഞങ്ങളത് കട്ട് ചെയ്തിട്ട് കഴിച്ചു. ഞാനും മക്കളും കൂടിയിട്ട് അത് കഴിച്ചു. ബാക്കി ഒരു കഷ്ണം അവിടെ എടുത്തു വെച്ചു. വൈകിട്ട് വിജേഷേട്ടൻ വരുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ നല്ല ടേസ്റ്റുള്ള മാങ്ങയായിരുന്നു. ഷെയ്ക്ക് അടിക്കാനൊക്കെ പറ്റിയ മാങ്ങയായിരുന്നു. നല്ല നല്ല കഴുമ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരമൊക്കെ കിടന്ന് ഉറങ്ങി. അതിന് ശേഷം ഉച്ച തിരിഞ്ഞ് എണീറ്റിട്ട് പിന്നെ രണ്ടാമതും നമുക്ക് പണികൾ തന്നെയാണല്ലോ. അപ്പം മഴയൊക്കെ അതിൻ്റെ ഇടയിലൊന്ന് ചാറിപ്പോയി. അപ്പം അങ്ങനെ മിറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ മേലൊക്കെ കഴുകി വിളക്കൊക്കെ വെക്കുകയാണ്. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി വൈകുന്നേരത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ചോറൊക്കെ വെക്കണം. അപ്പോൾ ചോറൊക്കെ വെക്കട്ടെ കേട്ടാ. ചോറൊക്കെ വെക്കാൻ നോക്കട്ടെ കേട്ടാ. പിന്നെ കറിയൊക്കെ ഉണ്ട്, ഉച്ചയ്ക്ക് വെച്ച കറിയൊക്കെ ഉണ്ട്. മീൻ കറി ഉണ്ട്, എലിശ്ശേരി ഉണ്ട്, ചീരപ്പേരി ഉണ്ട്, അതൊക്കെ ഉണ്ട്. ചോറ് മാത്രം വെക്കണ്ടോ, കുറച്ച് ചോറൊക്കെ വെക്കും. അങ്ങനെ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ ഉച്ചയിൽ ഉണ്ടായിരുന്ന കറികളൊക്കെ ചൂടാക്കി അതൊക്കെ ഞാൻ വേറെ പാത്രത്തിലാക്കിയിട്ട് ചീഞ്ചട്ടിയും പിന്നെ കുക്കറും അങ്ങനെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി. പിന്നെ ചോറ് വെക്കണമായിരുന്നു ഞാൻ പറഞ്ഞുല്ലോ. അപ്പം അങ്ങനെ അരിയൊക്കെ കഴുകിയിട്ട് അത് ആ അടുപ്പിൽ വെച്ചു. അതിന് ശേഷം കുറച്ച് ശർക്കര ഇരിക്കുന്നുണ്ടായിരുന്നു. പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വിജേഷേട്ടൻ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശർക്കര ഞാൻ ഉരുക്കി വെച്ചു. ശർക്കര ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. കാപ്പിപ്പൊടി ഉണ്ടായിരുന്നില്ല, ചായയിലിട്ടിട്ട് ചായയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഞാൻ ശർക്കരയൊക്കെ ഉരുക്കിയിട്ട് അത് ഇത്തിരി നേരം അവിടെ ചൂടാറാനായിട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ അത്രയും വേണ്ട, കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ശർക്കര ഒക്കെ ഉരുക്കി വെച്ചതിന് ശേഷം വാവച്ചീനെ മേലെ എഴുകാൻ വിളിക്കുകയാണ്. അപ്പോൾ അവൾ അപ്പുറത്ത് അവളുടെ കൂട്ടുകാരികളുണ്ട്, അവിടെ കിടന്ന് നടന്ന് കളിക്കുകയാണ്. അപ്പോൾ വിജേഷേട്ടൻ വന്നു. വിജേഷേട്ടൻ വന്നപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും ചോറൊക്കെ തിളച്ചപ്പോൾ അതൊക്കെ ഞാൻ തെർമൽ കുക്കറിൽ ഇറക്കി വെച്ചു. അപ്പോൾ അപ്പോഴേക്കും വിജേഷേട്ടൻ ഞാൻ പറഞ്ഞില്ല മാങ്ങ പണിസ്ഥലത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും കൊടുത്തിട്ടുണ്ടായിരുന്നു 2-3 മാങ്ങ. നല്ല വലിയ മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടുവന്ന് കഴുകിയിട്ട് ഞാനൊരു പാത്രത്തിൽ വെച്ചു പഴുപ്പിക്കാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ നല്ല വലിപ്പമുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ അതിന് ശേഷം ഞാൻ ശർക്കരയൊക്കെ ഉരുക്കിയെടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും. നമ്മൾ ഈ കട്ട ശർക്കര വെക്കണേക്കാളും നല്ലതാണ് ഉരുക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണത്. അപ്പോൾ അങ്ങനെ ശർക്കരയൊക്കെ ഉരുക്കിയത് ഞാൻ ചൂടൊക്കെ അറിയപ്പോൾ അതൊക്കെ അരിച്ചിട്ട്
ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് അവിടെ പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. അതിന് ശേഷം ഞാൻ ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളമൊക്കെ വെച്ചു ചായ വെക്കാനായിട്ട്. അപ്പം അങ്ങനെ ഞാൻ ശർക്കര അതിൽ മതിയാവില്ല, അപ്പോൾ ഞാൻ കുറച്ച് ശർക്കര അതിലൊഴിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ വെച്ചിട്ട് ഞാനും വിജേഷേട്ടനും കുടിക്കുകയാണ്. മക്കൾ ഇതുവരെ വന്നിട്ടില്ല, അവരപ്പുറത്ത് പോയി കളിക്കുകയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു, ഓരോ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് കുറച്ച് നേരം ആൾ പണിക്ക് പോയിക്കല്ലായിരുന്നു. അപ്പോൾ മക്കളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പകലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഞങ്ങൾ ചായ കുടിച്ചു. അതിനുശേഷം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ഒരു പൊട്ട് വെള്ളരി കൊടുന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ജ്യൂസ് അടിച്ചു. അത് അടുത്ത വീഡിയോയിൽ ഒരു റെസിപ്പി ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം അങ്ങനെ ഞാനതൊക്കെ ജ്യൂസ് അടിച്ചിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിൽ വെച്ചു. ഫ്രിഡ്ജിൽ വെച്ചിട്ട് മുമ്പ് ചോറുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അത് ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ വിശക്കില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ചോറ് വിളമ്പി. അപ്പം ഞാൻ കുറച്ച് അരി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ റേഷൻ്റെ അരിയാണ് വെച്ചത്. എന്താണെന്ന് വെച്ചാൽ മീൻ ചാറ് കൂട്ടിയിട്ട് കഴിക്കാൻ നല്ലത്, നല്ല ചൂട്ടോടക്കനെ കഴിക്കാൻ നല്ലത് റേഷൻ്റെ ചോറാണ്. അപ്പം അങ്ങനെ ഞാൻ ചോറൊക്കെ വെച്ചു. ഞങ്ങളെല്ലാവരും കൂടി ചോറൊക്കെ ഉണ്ടു. ചോറൊക്കെ ഉണ്ടതിന് ശേഷം ഉണ്ട പാത്രങ്ങളും പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ചൂടാക്കി വെച്ചു. പിന്നെ ചോറുണ്ടായിരുന്നത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു. അതിന് ശേഷം ഞാൻ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഞാൻ തന്നെ സ്വയം ടേസ്റ്റ് ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പൊട്ടുവെള്ളരി നിങ്ങളും കിട്ടുമെന്ന് വെച്ചാൽ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കണം. അതിന് ശേഷം അപ്പോഴേക്കും വാവിച്ച് ഞാനത് അവിടെ വെച്ചു. അപ്പം അങ്ങനെ വാവിച്ച് അത് കൊണ്ടുവന്ന് തന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ കുടിച്ചു. മണിക്കൂട്ടന് അത്ര ഇഷ്ടമൊന്നും ആയില്ല, അവന് അത് വലിയ ഇതായില്ല, വലിയ ഇഷ്ടമില്ല, രസമില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങളതൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ആ ചോറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണ്, ബാക്കിയുള്ള ചോറൊക്കെ. അതിന് ശേഷം അടുക്കളയൊക്കെ തുടച്ചിട്ടിട്ട് കിടന്നു. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.